കുറുപ്പെന്ന സിനിമയുടെ വിജയം ആഘോഷിക്കാനായി നമ്മുടെ സ്വന്തം DQ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ള റോഡ് ഷോ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. ഇനി നമ്മൾ തിരുവനന്തപുരത്തിലെ കുറച്ച് തിയേറ്റേഴ്സ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇവന്റ്സും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഈ തിയേറ്ററിന് എത്ര വർഷത്തെ പാരമ്പര്യമുള്ള തിയേറ്ററാണ്? മോർ ദാൻ 70 years. 70 വർഷം. 7 വർഷത്തിൽ കൂടുതലുണ്ട്. ഈ കോവിഡ് ഒക്കെ എങ്ങനെയാണ് നമ്മുടെ തിയേറ്റർ വ്യവസായത്തെ മൊത്തത്തിൽ നിങ്ങളെ എങ്ങനെയാണ് ബാധിച്ചത്? കോവിഡ് 2020 മാർച്ച് 10-ാം തീയതി മുതൽ നമ്മൾ തിയേറ്ററൊക്കെ അടച്ചു ഡ്യൂ ടു COVID-19. അത് വല്ലാത്ത രീതിയിൽ നമ്മളെ തിയേറ്ററിന് എല്ലാ തിയേറ്ററിനെയും കേരളം ഒട്ടാകെയുള്ള തിയേറ്ററിനെയൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തതാണ്. അത് തരണം ചെയ്ത് മുന്നോട്ട് വന്നതിന് ശേഷം ഈ 2021 ഇപ്പോൾ ഇറങ്ങിയ കുറുപ്പ് എന്ന സിനിമയിലൂടെയാണ് ശക്തമായിട്ട് ജനങ്ങൾ തിയേറ്ററിലേക്ക് വരികയും ശരിക്കും ഒരു ആഘോഷം തന്നെയായിരുന്നു കുറുപ്പ് എന്ന ചിത്രം. ഞങ്ങളൊക്കെ വളരെ ഹാപ്പി തന്നെയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഇതുവരെയും എല്ലാ ഷോകളും 3 സ്ക്രീനിലും ഞങ്ങളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 3 സ്ക്രീനും സെക്കൻഡ് ഷോ വരെയുള്ള ഇന്നലെ വരെയുള്ള എല്ലാ ഷോയും ഫുള്ളാണ്. നല്ല റിട്ടേൺസുമാണ് ഉള്ളത്. ഈ കുറുപ്പ് എന്ന ചിത്രത്തിൻ്റെ പിന്നിലുള്ള അണിയറ പ്രവർത്തകർ എല്ലാവരും അവരോട് ഞങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൻ്റെ ഭാഗത്ത് നിന്ന് അവരോട് വളരെ നന്ദി തന്നെ പറയാനുണ്ട്. കാര്യം ഈ ഒരു സിറ്റുവേഷനിൽ കുറുപ്പ് കൊണ്ട് ഇറക്കാൻ കാട്ടിയ ധൈര്യം മറ്റൊരു ചിത്രവും ഇതുവരെ കാണിച്ചിട്ടില്ല. ഈ സിനിമയുടെ ആരംഭഘട്ടം മുതൽ ഇവിടെ കട്ടയ്ക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത കുറച്ച് DQ ഫാൻസ് ഉണ്ട്. അവർക്ക് വേണ്ടി DQ തന്നുവിട്ട സമ്മാനങ്ങൾ നമ്മൾ കൈമാറുകയാണ്. വെൽ ക്രാഫ്റ്റഡ് മൂവി. DQവിൻ്റെ പെർഫോമൻസ് എക്സ്ട്രാ ഓർഡിനറി. അപ്പോൾ അത്രയും പെയിൻ എടുത്താണ് അവർ ഈ മൂവി ചെയ്തിരിക്കുന്നത്. അത് നമുക്കൊരു സിനിമ ലവറാകുമ്പോൾ കാണാൻ പറ്റും ഓരോ ഫ്രെയിമിലും. ഇപ്പം വിക്ടോറിയ ടെർമിനസിൻ്റെ ആ ഷോട്ട് തന്നെ ഒരു സിഗ്നേച്ചർ ഷോട്ടാണത്. അപ്പോൾ നമ്മൾ 1, 2, 3 തവണ കണ്ടാലും അതിൻ്റെ ആ ഡീറ്റെയിലിങ്ങിലൊക്കെ അവർ എത്ര പെയിനാണ് എടുത്തിരിക്കുന്നത് മനസ്സിലാവും. എന്തായാലും അതൊരു വലിയ ഹിറ്റായി മാറിയതിൽ ആ ഒരു DQവിൻ്റെ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി, ഡിസ്ട്രിബ്യൂഷൻ കമ്പനി, ന്യൂ ജനറേഷനാണ് അതൊക്കെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുകയാണ്. ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ വേഫെയർ ഫിലിംസിനും എല്ലാവർക്കും ഞാൻ നേരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ സഫർ ചെയ്തത് മൂവീസ് കാണാതിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണല്ലേ. ആ ഒരു മലയാളം ഇൻഡസ്ട്രി, മൂവി ഇൻഡസ്ട്രിയെ പിടിച്ചു തകർത്ത ആ ഒരു കോവിഡിനെ മറികടന്നുകൊണ്ട് ഒരുപാട് മൂവീസ് ഓൺ ദ വേ ആണ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വീക്ക് മുന്നേ റിലീസായ കുറുപ്പ് മൂവി നമ്മൾ കരവും നീട്ടി സ്വീകരിച്ചു. നല്ല 50 crores ക്ലബിൽ കയറിയേക്കും. അപ്പോൾ ഒരു നല്ല കൈഡി എടുക്കണം. കുറുപ്പ് മൂവി, നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ, DQവിൻ്റെ കുറുപ്പ് മൂവി. ആദ്യം എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് ആണ് പറയാനുള്ളത്. കുറുപ്പ് മൂവി അക്സെപ്റ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇത്രയും ഒരു വിജയത്തിൽ വിളിച്ചുകൊണ്ട് വരുന്നത് ബിഗ് താങ്ക്സ് ടു ഓൾ.
സിനിമയ്ക്ക് നിങ്ങൾ നൽകിയ ഈ വൻ വിജയത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കാണാം.